തട്ടിൽ പിതാവിൻ്റെ ഇന്നലത്തെ ആ ഒരു ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ ആ ഒരു സമ്മാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസെക്കിയലിൻ്റെ പുസ്തകത്തിൽ 46-ാം അധ്യായത്തിൽ 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളുണ്ട്. അതിൽ പറയുന്നത്, രാജാവ് തൻ്റെ പുത്രന്മാർക്ക് കൊടുക്കുന്ന സ്വത്ത് അവർക്ക് എന്നേക്കുമുള്ളതാണ്. എന്നാൽ തൻ്റെ ദാസന്മാർക്ക് അല്ലെങ്കിൽ ദാസികളുടെ പുത്രന്മാർക്ക് കൊടുക്കുന്ന സ്വത്ത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് തിരിച്ചു കൊടുത്തിട്ട് പോകേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, ശരിയായിട്ടുള്ള പുത്രത്വ അവകാശം ലഭിക്കാതെ സഭയിൽ സ്വന്തം പിതാവിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കാതെ ചരിക്കുന്നവർ, ദൈവം അവർക്ക് സ്വന്തം മക്കളുടെ പോലെ തന്നെ എല്ലാ സ്ഥാനവും കൊടുക്കും. ഇപ്പം നമുക്കറിയാലോ, നമ്മളുടെ ദാസന്മാരുടെ മക്കൾ അല്ലെങ്കിൽ നമ്മളുടെ വേലക്കാർ നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരേ ഭക്ഷണമാണ് കഴിക്കുക, അല്ലേ? അപ്പം നല്ല കുടുംബത്തിൽ ജനിച്ചവരൊക്കെ അങ്ങനെയാണ്, എല്ലാം ഒരേ ഭക്ഷണമായിരിക്കും. വേലക്കാർക്ക് വേറെ ഭക്ഷണം വയ്ക്കാറില്ല, ഒരേ ഭക്ഷണമായിരിക്കും കൊടുക്കുന്നത് മിക്കവാറും. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് അവരുടെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർ ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോകണം. അപ്പോൾ അവർ അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ഭക്ഷണം കഴിക്കേണ്ടി വരും, അല്ലേ? പക്ഷേ ആസ് ലോങ് ആസ് നമ്മളുടെ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം എല്ലാവരും ഒരേ ഭക്ഷണത്തിൽ നിന്ന് കഴിക്കുക, ഒരേ ശ്വാസമാണ്, ഒരേ ഇതിലാണ് ഏറെക്കുറെ. ഓക്കെ, അതേപോലെയാണ് സ്വന്തം പുത്രത്വ അവകാശം ലഭിക്കാതെ കഴിയുന്നവർക്ക് പിതാവിൻ്റെ സ്വഭാവത്തിന് ഇമിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പിതാവിൻ്റെ സ്വത്തുക്കളുടെ അവകാശത്തിൻ്റെ ആ ഒരു ഗാംഭീര്യത മനസ്സിലാക്കാനോ സാധിക്കാത്തപ്പോൾ കയ്യിൽ കിട്ടിയ മുതൽ പാഴാക്കി കളയും. ഞാൻ ഇന്നലെ ആ ഹൈക്കോടതിയിൽ ഇത് വായിച്ചപ്പോൾ അതറിഞ്ഞ്, എന്തിന്? അതായത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാലാഖമാരെ പോലും വിധിക്കാനായിട്ട് ജനിച്ചവരാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിജാതീയരെ കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യരുത് എന്ന് 1 Corinthians 6 തോന്നുന്നു ആ വചനത്തിൽ പറയുമ്പോൾ, ഇത് എത്ര എന്താ പറയുക, ഒരു വിചിത്രകരമായ കാര്യമാണ് പിതാവ് ചെയ്തത്. അതായത് നമ്മളുടെ ആരാധനക്രമം വളരെ പേഴ്സണലാണത്, വളരെ വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈ ആരാധനക്രമം. ഈ ആരാധനക്രമത്തെക്കുറിച്ച് വളരെ സത്യവിരുദ്ധമായിട്ടുള്ള ഒരു അഫിഡവിറ്റ് കോടതിയിലേക്ക് കൊടുക്കുകയും ഒരു വിജാതീയനായ വക്കീലല്ല, ഒരു ജഡ്ജി, നിയമാധിപൻ അതിനെ എതിർക്കുകയും അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുകയും ചെയ്തപ്പോൾ നമ്മൾ എത്രമാത്രം അധപ്പതിക്കുകയാണ് ചെയ്തത് മറ്റുള്ളവരുടെ മുൻപിൽ, സമൂഹത്തിൻ്റെ മുൻപിൽ, ന്യായവിധിയാളൻ്റെ മുൻപിൽ. അപ്പോൾ എത്രമാത്രം ഈ ദൈവത്തിൻ്റെ പരമാധികാരം ഉൾക്കൊള്ളാനുള്ള ഒരു യോഗ്യത തട്ടിൽ പിതാവിനുണ്ട് എന്നുള്ളത് പൊതുജനവും വിശ്വാസികളും മനസ്സിലാക്കാനും ഒരു യോഗ്യതയുമില്ല. അല്ലെങ്കിൽ ഇത്രമാത്രം അധപ്പതിച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പ് അതും കോടതിയിലേക്ക് കൊടുക്കുകയില്ലായിരുന്നു. അപ്പോൾ അത് കൊണ്ട് തന്നെ പാമ്പാനി പിതാവും തട്ടിൽ പിതാവും എന്നേക്കുമായിട്ട് ഈ നേതൃത്വ നിരയിൽ നിന്നും മാറേണ്ടത് ആവശ്യമാണ്. പക്ഷെ അതിൽ എല്ലാ പിതാക്കന്മാർക്കും അതിൽ പങ്കുണ്ട്. കാരണം ശക്തമായിട്ട് പരിശുദ്ധാരൂപി തിരഞ്ഞെടുക്കാത്ത ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് നിങ്ങൾ തലയുടെ മുകളിൽ തലവനായിട്ട് വെച്ചപ്പോൾ, എന്നിട്ട് കർദിനാൾ പദവി കിട്ടണമെന്നും പറഞ്ഞുള്ള ഒരു ദുരാഗ്രഹവും കൂടെ റോമിനെ അറിയിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിപ്പ് ചെറുതാണോ? യാതൊരു വിധത്തിലുള്ള ദൈവികത്വമോ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഏതെങ്കിലും ഒരു തട്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ നിങ്ങളെ സാധിക്കുമോ? പിന്നെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സഭയെ നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക? അതുകൊണ്ട് തന്നെ എന്നേക്കുമായിട്ട് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഇപ്പം നേതൃത്വ നിരയിൽ സിനഡിൽ ഇരിക്കുന്ന പിതാക്കന്മാർ ചിന്തിക്കേണ്ടതാണ്, ഒന്ന് പുനർചിന്തിക്കേണ്ടതാണ്. എന്തിനാണ് സഭയിൽ ഇത്രയും 10, 55, 65 അല്ലെങ്കിൽ 70 ലക്ഷം വിശ്വാസികളുടെ വിശ്വാസത്തിന് തകിടം മറിക്കുന്ന നിങ്ങളുടെ ഓരോ ചെയ്തികളും എത്രമാത്രം അധപ്പതനത്തിലേക്കാണ് സഭയെ നയിക്കുന്നത്? നിങ്ങൾക്കതിൻ്റെ മുകളിലിരിക്കാനുള്ള എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ എത്രമാത്രം എരിയുന്ന തീയിനെ
അതുപോലെ ആബേലിൻ്റെ രക്തത്തെക്കാൾ വിലമതിപ്പുള്ള ഈശോ ചിന്തിയ രക്തത്തിൻ്റെ മുൻപിൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിന് ഉത്തരം കൊടുക്കാൻ പറ്റും? പോരാതെ അനേകം വിശ്വാസികൾ ഒരു പരിശുദ്ധ കുർബാന കിട്ടാൻ സാധിക്കാതെ എന്നും പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ആ ബലിയിൽ പങ്കെടുക്കാനും പോയിക്കൊണ്ടിരുന്ന അനേകം പ്രായാധിക്യം വന്നിരിക്കുന്ന വിശ്വാസികൾ വേദനയോടെ പരിശുദ്ധ കുർബാന കിട്ടാതെ മരിക്കേണ്ടതും മരിച്ചു കഴിഞ്ഞാലുള്ള കൂദാശകളും ഈ ഇല്ലിസിറ്റ് അമ്മായിനെയാണല്ലോ ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ട ഗതികേട് വരുന്നത് എന്നോർത്ത് മരിക്കാൻ പോലും ഭയപ്പെടുന്ന വിശ്വാസികളുടെ ആത്മാവിൻ്റെ രോദനം കർത്താവിൻ്റെ മുമ്പിൽ ആബേലിൻ്റെ രക്തത്തെ കരഞ്ഞതുപോലെ കരയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ ശക്തമായിട്ട് എല്ലാവരും രാജിവെച്ചു പോകണം. കാര്യമൊക്കെ ശരി. ഇപ്പം എൻ്റെ പീലാത്തോസിൻ്റെയും ഇതിൻ്റെ ഒക്കെ വായേന്ന് ഒരാൾ മരിക്കണം എന്ന് പറഞ്ഞതുപോലെ, അറിയാതെ പറയാണ്, ഒരു പ്രവചനമാണ് പറഞ്ഞത് അന്ന് പീലാത്തോസ്, എന്നതുപോലെ തന്നെ ആ വയലക്കോട് അച്ഛൻ കാര്യം രണ്ടു കാലം ഉറച്ചിട്ടല്ല നിന്ന് സംസാരിച്ചതെങ്കിലും വയലിക്കോടിന് അച്ഛൻ്റെ വായിൽ നിന്നും പറഞ്ഞ് കേട്ടത് ഓർമ്മ വരികയാണ്. എല്ലാ പിതാക്കന്മാരും ഒരുമിച്ച് ഒറ്റക്കെട്ടിൽ രാജിവെക്കട്ടെ എന്ന്. ഞങ്ങളിപ്പോൾ രണ്ടു കാലം ഉറപ്പിച്ചിട്ട് എന്നെ പറയുകയാണ്, എല്ലാ പിതാക്കന്മാരും രാജിവെച്ച് പോയിട്ട് ഒരു പുതിയ നേതൃത്വ നിര വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആത്മീയമായിട്ടുള്ളൊരു നേതൃത്വ നിര പരിശുദ്ധാത്മാവിനാൽ, ദാനിയേലിൽ ഉണർത്തിയ പരിശുദ്ധാത്മാവിനാൽ തന്നെ നയിക്കുന്ന ഒരു സഭാ നേതൃത്വം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഈ പോക്ക് പോയാൽ ഇനി അധികം നാൾ പോവില്ല. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ആലഞ്ചേരി പിതാവ് പറഞ്ഞ് നമ്മളുടെ സഭയുടെ പോക്ക് എന്താണ്, വരുന്ന പിതാക്കന്മാരെ പറഞ്ഞില്ലായിരുന്നു, വരുന്ന അച്ഛന്മാർ ഈ തലമുറയിൽ ഇതുപോലെയാണ് വളർത്തി വിടുന്നതെങ്കിൽ ഇവരെങ്ങനെ ഈ സഭയെ നയിക്കും? ഞാൻ ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വിശ്വാസികളെല്ലാം ഭയപ്പെടുകയാണ്. ഈ നേതൃത്വ നിരയുടെ അറിവില്ലായ്മ, ആത്മാവിലുള്ള അജ്ഞതയോർത്തുകൊണ്ട് അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങളുടെ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ എന്നിൽ നിന്ന് അഞ്ജനം വാങ്ങിച്ച് നിങ്ങളുടെ കണ്ണിൽ എഴുത്. നിങ്ങൾ നഗ്നരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ എന്നിൽ നിന്നും വസ്ത്രം വാങ്ങിച്ച് ധരിക്കുക എന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞപ്പോൾ അത് മനസ്സിലായില്ല. ഇപ്പം മനസ്സിലായി, കറക്റ്റായിട്ട് മനസ്സിലായി എന്തിനാ ഉദ്ദേശിച്ച പിതാവ് അന്ന് ആത്മാവ് യോഹന്നാൻ സ്ലേയിലൂടെ പറഞ്ഞതെന്ന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ. അപ്പം അതുകൊണ്ട് തീർത്തും അയോഗ്യരായിട്ടുള്ള നേതൃത്വമാണ് ഇന്ന് സീറോ മലബാർ സഭയെ നയിക്കുന്നത് എന്നെന്ന് പറയാനും, അതിൻ്റെ പുറകിൽ കിലുക്കുന്ന പൈസയുടെ തിളക്കം, യൂദാസിനെ ഒറ്റിക്കൊടുത്ത പൈസയെക്കാളും കഷ്ടമാണ് ആ കിലുക്കം. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ചെവിയിൽ ഇപ്പോഴും ഉണ്ട്. 2009 മുതൽ 2026 വരെ ഈ കിലുക്കമാണ് ഈ സഭയെ നശിപ്പിക്കുന്നത്. ഇല്ലുമിനാറ്റിയുടെ ഫണ്ടാണ് ഈ സഭയെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് ഇന്നത്തെ നേതൃത്വത്തിനെ എതിർക്കുകയാണ്. നിങ്ങൾ രാജിവെച്ച് ഇല്ലെങ്കിൽ കർത്താവിൻ്റെ കരം അന്ന് ദാനിയേലിന് പ്രത്യക്ഷപ്പെട്ടതുപോലെ അന്ന് ആ വിരുന്നിൽ എഴുതി വെച്ചത് എന്താണ്? നിങ്ങളെ ഞാൻ തൂക്കി നോക്കുമ്പോൾ നിങ്ങൾ അതിൽ തൂക്കം കുറഞ്ഞു കാണുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ വലിയ ദൈവക്രോധം വരാനിരിക്കുന്നു. അതിനാൽ തന്നെ ഇനിയെങ്കിലും മാനസാന്തരപ്പെടുക.